ഭൂതങ്ങള് ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യോ, ഞങ്ങൾക്ക് ആഹാരം തരൂ. നോക്കൂ, ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തിന്നാൻ ഒന്നുമില്ല കേട്ടോ. ഞങ്ങളെ ഒന്നും ചെയ്യല്ല കേട്ടോ. ഇല്ല, പോകാൻ അനുവദിക്കില്ല. നിങ്ങളാണ് ഞങ്ങളുടെ ആഹാരം. വരൂ വരൂ, അടുത്തേക്ക് വരൂ. ടേബിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ പാചകം ചെയ്യാതെ പച്ചയ്ക്ക് തിന്നാനാ ഇഷ്ടം. എന്നാൽ പിന്നെ പാചകം ചെയ്ത് കഴിക്കാം. വേഗം ഞങ്ങളുടെ ഡിന്നർ ടേബിളിന്റെ അടുത്തേക്ക് വരൂ. വരൂ, ഞങ്ങളെ ഫോളോ ചെയ്യൂ. അങ്ങനെ എങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ നിങ്ങളെ ശരിയാക്കി തരുന്നുണ്ട്. ഭൂതങ്ങളെ പറപ്പിക്കാനുള്ള വിദ്യ എന്റെ കയ്യിലുണ്ട്. ഈ പാട്ട് പാടുന്നതിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടൂ. ഈ കളവന്റെ പാട്ട് കേട്ട് നമ്മുടെ പ്രാണം പോകുമല്ലോ. എവിടെ പോവുക? ഇതാ വരുന്നു. നിങ്ങളെ ഈ കാട്ടിൽ നിന്നും പറപ്പിക്കാം. നിങ്ങൾ എന്തായി കാണിക്കണത്? ഭൂതങ്ങളൊക്കെ ഓടിപ്പോയി. നമുക്ക് വീട്ടിൽ പോകാം. അല്ലെങ്കിൽ ആ ഭൂതങ്ങൾ പോയിട്ട് വേറെ ഭൂതങ്ങളുമായിട്ട് വരും മുത്തശ്ശ. എന്റെ ബോസേ, അയാളുടെ പാട്ട് കേട്ട് ഞങ്ങളുടെയൊക്കെ ചെവിക്കല്ല് പുറത്തേക്ക് വരുന്നത് പോലെ ആയിപ്പോയി. നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. മോണിറ്ററിൽ ഞാൻ എല്ലാം കണ്ടുവല്ലോ. അവര് പേടിച്ച് ഓടിപ്പോയെന്നേ. ഇനി അവരൊരിക്കലും തിരിച്ചു വരില്ല. ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നവരെ അവര് തടഞ്ഞോളും. ഇങ്ങനെ തന്നെ നിങ്ങൾ ആൾക്കാരെ പേടിപ്പിച്ചു കൊണ്ടിരിക്കണം. പിന്നെ കുറച്ചു കാലം അങ്ങോട്ട് കഴിയുമ്പോ പിന്നെ ഒരുത്തനും അബദ്ധവശാൽ പോലും ഈ വഴിക്ക് വരാനേ സാധ്യതയില്ല. പിന്നെ ഈ സ്ഥലം മുഴുവനും നമുക്ക് സ്വന്തമായിട്ട് സൈലന്റ് സോണായിട്ട് മാറും. പിന്നെ ഈ കാബോഷ് ഉപാധിയായിക്ക് നിശബ്ദതയാണ് ഇഷ്ടം. എന്ത് പറയാനാണ്? ഞാൻ ഇതുവരെയ്ക്കും ഇങ്ങനെ ഭൂതങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അല്ലെങ്കിൽ അവ ഞങ്ങളെ പിടിച്ച് കഴിച്ചേന്. വരൂ, നമുക്ക് കാട്ടിൽ ചെന്ന് നോക്കാം ഏത് ഭൂതങ്ങളെ അവിടെ ഉള്ളേ. അതെ അതെ, ശരിയാണ് ശിവ. നമുക്ക് ചെന്ന് നോക്കാം കാട്ടിൽ എന്താ ഒരു ഭൂതന്ന്. ഭൂതം അല്ല ശിവ, ഇപ്പൊ അതിന്റെ ആവശ്യം എന്താണ്? വെറുതെ എന്തിനാ പവരായിട്ടൊരു വഴക്കിന് പോണത്? അതുമല്ലാതെ രാത്രി കാട്ടില് പോകേണ്ട കാര്യം എന്താണ്? ശരിക്കും ഭൂതവും ഇല്ല പ്രേതവും ഇല്ല. അവിടെ ചെന്ന് ശരിക്കും എന്താന്ന് അന്വേഷിക്കാം.
ശിവ എന്തായി ചെയ്യുന്നേ? ഭൂതങ്ങളോട് തല്ലുകൂടുകയാണോ? തിരിച്ചു വാ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. പാനിപൂരി കഴിച്ചോളൂ. പിന്നെന്താ, എനിക്കിത് ഭയങ്കര ഇഷ്ടാണ്. ഞാനാണെങ്കിൽ പേടിച്ചാകെ വിശന്നിരിക്കാണ്. അങ്കിൾ എനിക്കും വല്ലാതെ വിശക്കുന്നുണ്ട്. അല്ല, ഈ പാനിപൂരി എവിടുന്നാ കിട്ടിയ സാർ? ഭൂതോ! പേസ്റ്റ് കഴിക്കുന്നോ? ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഇതൊന്നും ഭൂതങ്ങളെ അല്ല. അതുകൊണ്ടല്ലേ ശിവയുടെ തല്ല് വാങ്ങിച്ചപ്പോ അവര് ഓടിക്കളഞ്ഞത്. ഒരുപക്ഷെ അത് ശരിക്കുള്ള ഭൂതമാണെങ്കിലോ? ശിവനടുത്തും വലിയ വലിയ ഗുണ്ടകൾ തല്ല് വാങ്ങിച്ച് ഓടിയവരുണ്ട്. ഈ ഭൂതങ്ങളും ശിവയുടെ തല്ല് കൊണ്ടിട്ട് ഓടിയവരാ. ചായ ചായ, ചൂടുള്ള ചായ, ചൂടുള്ള ചായ, ചൂടുള്ള ചായ. അത് കൊള്ളാം. ഇവിടെയും ഒരു ചായക്കട ഉണ്ടല്ലോ. വരൂ, നമുക്ക് എല്ലാവർക്കും പോയി ഒരു ചായ കുടിക്കാം. നിങ്ങൾ ചെന്ന് ചായ കുടിക്കുക, ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ഹലോ ചേട്ടാ, എല്ലാവർക്കും കടുപ്പത്തിലൊരു ചായ തന്നേ. ഭൂതങ്ങളെ കണ്ട് പേടിച്ച് ശരീരം മുഴുവനും തണുത്ത് മരവിച്ച പോലെ ആയി. എല്ലാവർക്കും ചൂട് ചായ തന്നേ. ചേട്ടാ ചേട്ടാ, ചേട്ടൻ ഈ ഭൂതങ്ങളൊന്നും കണ്ടില്ലായിരുന്നോ? ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഒരു 4 ഭൂതങ്ങളെ കണ്ടത്. ഇത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഒരുപാട് പഴയ കാര്യമാ. നിങ്ങൾക്കറിയോ, ഞാനിവിടെ ആദ്യമായിട്ട് ചായക്കട വെക്കാൻ വന്നപ്പോഴുണ്ടല്ലോ, എന്താ പറയാനാ, പെട്ടെന്ന് എന്റെ ചുറ്റിനും പുകച്ചുരുള് വന്ന് നിന്നേ. ഞാനും പേടിച്ചു പോയി. പുകച്ചുരുളിന്റെ പുറകേന്ന് ഒരു ശബ്ദവും കേട്ടു. അങ്ങനെ ശബ്ദം കൂടി കൂടി എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് വീണ്ടും ഒരു ശബ്ദം. അങ്ങനെ അതെന്റെ കണ്ണിലും കാണാൻ തുടങ്ങി. ആരെയാ കണ്ടത്? അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞോണ്ട് വരുന്നത്. അവിടെ എന്റെ തൊട്ട മുൻപില് ഒരു കറുത്ത രൂപം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് ഞാൻ കണ്ടു. അതെ, ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ അവിടെ ആരും ഒന്നും കാണുന്നില്ലല്ലോ.
ശിവ, അവിടെ നിൽക്കൂ. ആ ചായക്കടക്കാരനെ കാണുന്നില്ല, ആ കടയും കാണുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും? ഓ എന്റെ രേവ, നീയും ഇതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയോ? സത്യത്തിൽ ഭൂതവും പ്രേതവും ഒന്നുമില്ല. ഇതെന്തൊക്കെ ടെക്നിക്ക് കളിയാണെന്നേ, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി. അതിനയാൾ പേടിപ്പിക്കുകയാണെങ്കിൽ പിന്നെന്തിനാ കാണാതെ പോയത്? നമ്മളല്ലേ ശരിക്കും പേടിക്കേണ്ടത്. നിങ്ങൾ ശരിക്കും പേടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിങ്ങൾ ഇങ്ങനെയൊന്നും പേടിക്കില്ല. ചെന്നിവന്മാരിൽ ആരെങ്കിലും ഒരുതിനെ പോക്ക്. ഈ പോലീസുകാരനെ നമുക്ക് പൊക്കാം. അപ്പോ ആ കുട്ടികൾ ശരിക്കും പേടിച്ചു വിറയ്ക്കും. നീ പറഞ്ഞത് ശരിയാ, നമുക്കത് തന്നെ ചെയ്യാം. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിടാൻ. എന്നെ എങ്ങോട്ടായി കൊണ്ടുപോണത്? എന്നെ വിടാനല്ല പറഞ്ഞ്. രക്ഷിക്കൂ ശിവ, എന്നെ രക്ഷിക്കൂ. റെഡി 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 സ്റ്റഡി ഗോ. ഹലോ ചേട്ടാ, എന്നെ ചിക്കൻ 65 ആക്കാൻ കൊണ്ടുപോകല്ലേ? എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ. എന്നെ നിങ്ങളൊന്നും ചെയ്തേക്കല്ലേ, ഞാനൊരു പാവാണ്, എന്നെ വിട്ടേക്ക്. കൊള്ളാം, അതിശയം, അടിപൊളിയായിരിക്കുന്നു. ഈ കുട്ടി ഭയങ്കര മിടുക്കനാണല്ലോ. അവൻ പറക്കുകയും ചെയ്യുന്നല്ലോ. എന്തായാലും ഇവന്മാരി ഒന്ന് കാണാം. വേണ്ട വേണ്ട, എന്നെ വിട്, വിടാൻ. ഇയാളൊരു മനുഷ്യനാണല്ലോ, എന്നിട്ട് ഭൂതങ്ങൾ ഇയാളെ തിന്നിട്ടില്ല. അപ്പൊ ചെലപ്പോ ഭൂതങ്ങൾ എന്നെയും തിന്നാൻ സാധ്യതയില്ല. യെസ്, ഇവരും ഭൂതങ്ങളല്ല. എന്ന് വെച്ചാൽ എന്റെ ജീവന് യാതൊരു ആപത്തും ഇല്ലാന്ന്. ശിവ, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്റെ ശിവ വന്നല്ലോ, എന്നെ രക്ഷിക്കാൻ വന്നല്ലോ. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടല്ലോ. ശിവ, ഇവരൊന്നും ഭൂതങ്ങളല്ല, മനുഷ്യരാണ്, പച്ച മനുഷ്യര് തന്നെ. എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാ. എല്ലാം വല്ലാത്ത മിടുക്കന്മാര് തന്നെ. എന്റെ ആൾക്കാര് വലിയ വലിയ കൊമ്പന്മാരെ പേടിപ്പിച്ചവരാ. പക്ഷേ നിങ്ങൾ പേടിച്ചില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പേടിപ്പിക്കുന്നത്? കാരണം എനിക്ക് നിശബ്ദതയാണ് ഇഷ്ടം. എന്റെ പേരാണ് സയന്റിസ്റ്റ് കാമോഷ് ഉപാധ്യ. ഞാനിവിടെ നിശബ്ദനായിരുന്ന് റിസർച്ച് ചെയ്യുകയാണ്. പക്ഷെ റിസർച്ച് ചെയ്യാൻ ആൾക്കാർ സമ്മതിക്കുന്നില്ല. വണ്ടികൾ ഓടിച്ച് ഹോണടിച്ച് ശല്യം ചെയ്യുന്നു. ഇവിടെ പിക്നിക് എന്ന് പറഞ്ഞു വന്ന് ഒച്ചത്തി പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്നു. എനിക്ക് എന്റെ റിസർച്ച് തുടരാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ഥലം സൈലന്റ് സോൺ ആവാനായിട്ട് നിങ്ങൾ ഗവൺമെന്റിന് അപ്പീൽ കൊടുക്കണമായിരുന്നു. ഇത് കേൾക്കുന്നില്ലല്ലോ, ഗവൺമെന്റും കേൾക്കുന്നില്ല. ഞാൻ ഇതിനു വേണ്ടി എത്ര തവണ ആപ്ലിക്കേഷൻ കൊടുത്തെന്നറിയോ? ഒരാൾ പോലും അനുസരിച്ചില്ല. പിന്നെ ഞാൻ തന്നെ എന്റെ വഴി തിരഞ്ഞെടുത്തു. ഞാൻ അങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ച് ഇവിടുന്ന് ദൂരേക്ക് ഓടിക്കുന്നു. കാരണം എനിക്ക് നിശബ്ദതയാണ് ഇഷ്ടം. പക്ഷേ നിങ്ങൾ എന്റെ രഹസ്യം മനസ്സിലാക്കി. അതുകൊണ്ട് ഒറ്റൊരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ എല്ലാത്തിനെയും കൊന്നുകളയും. ഗാർഡ്സ്, എല്ലാത്തിനെയും കൊന്നേക്ക്. പാനിപൂരി കഴിക്കുന്നു. പിന്നെന്താ, കഴിക്കാം. എനിക്കത് വലിയ ഇഷ്ടമാണ്. എനിക്ക് നന്നായിട്ട് അറിയാം നീ ഭൂതമല്ലെന്ന്. നീ തരുന്ന പാനിപൂരി തീർച്ചയായിട്ടും ഞാൻ കഴിച്ചിരിക്കും. എന്നാ ഇന്ന് കഴിക്ക്. എന്തു പറ്റി? എരിവ് കൂടിപ്പോയോ? വേണമെങ്കിൽ വേറെ തരാം. എനിക്കിനി വേണ്ട.
ശിവ രക്ഷിക്കൂ. കൊള്ളാം, നീ മിടുക്കൻ തന്നെയാണ് കുട്ടി. നിന്റെ പ്രായത്തിൽ കവിഞ്ഞുള്ള മിടുക്കാണല്ലോ നീ കാണിക്കുന്നത്. എന്റെ വാക്വം ക്ലീനറിന്റെ ഐഡിയ നീ കണ്ടോളൂ. വേണ്ട, എന്റെ മെഷീനൊക്കെ പൊളിക്കല്ലേ. എത്രയോ വർഷമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ. രേവ, ആദി, യുടി, ഇവിടെയുള്ള മെഷീൻ എല്ലാം തല്ലി പൊളിച്ചേക്കൂ. ക്ഷമിക്കണം, ക്ഷമിക്കണം കുട്ടികളെ. നിർത്തൂ, നിർത്തൂ, എല്ലാം അങ്ങ് നിർത്തൂ. ഞാൻ നല്ലൊരു സയന്റിസ്റ്റ് ആണ്. ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള റിസർച്ചാ ഞാൻ ചെയ്യുന്നത്. എന്റെ കണ്ടുപിടുത്തം വെറുതെ വെള്ളത്തിലാക്കല്ലേ. പ്ലീസ്, പ്ലീസ്. അങ്കിൾ, നിങ്ങൾ സത്യത്തിൽ ലോകത്തിന് നല്ലത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി എന്തിനാ ഈ തെറ്റായ വഴി തെരഞ്ഞെടുത്തത്? നിശബ്ദതയ്ക്ക് വേണ്ടിയായിരുന്നു. ഗവൺമെന്റ് എന്റെ കാര്യങ്ങളെ തിരസ്കരിച്ചപ്പോ അങ്ങനെയാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. എന്നോട് ക്ഷമിക്കണേ. ഐ ആം സോറി. ഇനി ഞാൻ ഒരിക്കലും തെറ്റായ വഴി തിരഞ്ഞെടുക്കില്ല. ഈ ലോകത്തിന് വേണ്ടി നല്ലൊരു കാര്യം റിസർച്ച് ചെയ്ത് ഞാൻ കാണിച്ചിരിക്കും. ശരി, എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി സഹായം ചെയ്യാം. പിന്നെ ലഡു സിംഗ് സർ ഈ സ്ഥലം സൈലന്റ് സോൺ ആക്കാൻ സഹായിക്കുകയും ചെയ്യും. ശരിയല്ലേ ലഡു സിംഗ് സർ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ശിവ, തീർച്ചയായിട്ടും. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരത്തായാലും അവിടെ ചെന്ന ജനങ്ങളെ സഹായിക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. ലഡ്ഡു സിംഗ് എന്ന എന്റെ ഈ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. പാനിപൂരി കഴിക്കുന്നു. വേണ്ട വേണ്ട, ഭൂതങ്ങളുടെ പാനിപൂരി ഞാൻ